Guys, so welcome back to your channel Total Official. So guys, നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പം ഗൈസ് ഇന്ന് നമ്മൾ എത്തിയിരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ട്രിപ്പ് പോവുകയാണ് ഗൈസ്. അതും നമ്മൾ മൂന്നാറിലാണ് ട്രിപ്പ് പോകുന്നത്. അപ്പം ആദ്യം മൂന്നാറിലല്ല പോകുന്നത്. ആദ്യം ഫസ്റ്റ് ഡേ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടെ തിരുവായിരണിക്കുളം, വർഷത്തിൽ ഒരിക്കൽ തുറക്കുന്ന ഒരു കോവിലാണ് തിരുവായിരണിക്കുളം. പിന്നെ നല്ല തിരക്കായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം ആ കോവിലാണ് ആദ്യം പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ റെഡി ആയിട്ടില്ല. പോകുന്നത് 10 മണിക്കാണ്. ഇപ്പം മണി 9:20 ഓക്കെ, 9:20 ആയിട്ടുള്ളത്. അപ്പം 10 മണിക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇനി റെഡി ആയിട്ട് അടുത്ത 10 മണിയാകുമ്പോൾ കാണാം ഗൈസ്. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ പോകണേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ആരോമലിൻ്റെ വീട്ടിൽ പോയി അവനെ പോയി തൂക്കിയിട്ട് നേരെ വണ്ടി വന്ന് നെയ്യാറ്റിങ്കൽ എത്തിയെന്ന് പറയാണ്. അപ്പം അവിടെ പോയിട്ട് നമുക്ക് വണ്ടി കയറിയിട്ട് ബാക്കി വീഡിയോ അല്ലാതെ നോക്കാം, എടുക്കാം കേട്ടോ ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് 2 ടാറ്റയും പറഞ്ഞ് നമ്മളിത് ഇറങ്ങുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം പോവാം നേരെ. അപ്പം ഗൈസ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആരോമിൻ്റെ വീട്ടിലോട്ടാണ്. ഞാൻ റെഡിയായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അവനെ പോയി എടുത്തിട്ട് നമുക്ക് നേരെ പോവാം. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, വണ്ടി വരണാണെന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, വണ്ടി വരുന്നുണ്ട്, ഫുള്ള് ഓണായിട്ട് വരാണ് കേട്ടോ. വരാണ് ഗൈസ്, ഇതാണ് പോകുന്ന വണ്ടി. ആരത് വണ്ടി സ്റ്റോപ്പാക്കല്ലേ, താഴെ പോച്ചൊക്കെ വണ്ടി വരണുണ്ട് കേട്ടോ. വണ്ടി കയറിയിട്ടുണ്ട് നമ്മൾ നേരെ വന്ന് സീറ്റൊക്കെ പിടിച്ച് ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ വണ്ടിയിലാണ് നമ്മളിപ്പം. ഫുള്ള് വണ്ടി മൊത്തം ഇരുട്ടാണ് ഗൈസ്. സിനിമ ഇട്ടിരിക്കുന്നു പണി. അപ്പം ഇപ്പോൾ ചെമ്പഴന്തി എത്താറായിട്ടുണ്ട്. ഇനി തിരുവാതിരക്കുളം രാവിലെ എത്തുമെന്ന് തോന്നുന്നു. അപ്പം ബാക്കി വീഡിയോ അവിടെ എത്തിയിട്ട് കാണിക്കാം ഗൈസ്. ഇനി ഒരു ഉറങ്ങിയിട്ട് രാവിലെ ആകുമ്പോൾ അവിടെ കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പം നിൽക്കുന്നത് നമ്മൾ അടൂരാണ് കേട്ടോ ഗൈസ്. മണി ഇപ്പോൾ 1:22 ഇപ്പം അടൂർ നിൽക്കുന്നു. വണ്ടി താടക്കണം. ഇപ്പോൾ പെട്രോൾ പമ്പ്, അടൂർ പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത്. ഭയങ്കര തണുപ്പ് ഗൈസ്. തിരുവാതിരക്കുളം എത്തിയിട്ടുണ്ട്. നമ്മൾ 5 മണിയൊക്കെ ആയപ്പോൾ തിരുവാതിരക്കുളം എത്തി. ഇപ്പോൾ നമ്മളെ പയ്യന്മാരത്തോടെ കുളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ പയ്യന്മാർ കുളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഗോപി ആരോമല് അമല് അക്ഷയ് 4 പേരും കുളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കോവിലിൽ കയറിയിട്ടുണ്ട്. കോവിലിൽ കയറി ഭയങ്കര നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ പാസ് തൊട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കോവിലിൻ്റെ അകത്ത് കയറി ഫുള്ള് കണ്ടു. പിന്നെ ഇപ്പം അകത്തോട്ട് ഫോൺ അലോഡ് ആക്കില്ല, പോലീസുകാർ ഫുള്ള് സീനായിരുന്നു. അതുകൊണ്ട് പിന്നെ അകത്തോട്ട് അലോഡ് ആക്കില്ല. പക്ഷേ മൂന്നാറ് പോണ വീഡിയോ നല്ലതായിട്ട് എടുക്കും നമ്മൾ. ഇപ്പം കോവിലിൻ്റെ അകത്തായതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്ത വീഡിയോ. ഇപ്പം കോവിലിൻ്റെ അകത്തൊക്കെ കയറി വീഡിയോ എടുക്കണം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നേരെ ഇനി മൂന്നാറ് പോകുമ്പോഴുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നല്ല ഗൈസ്, ഇപ്പോൾ ഇവിടുത്തെ തിരക്കെന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഒരു കാര്യം പറയാമെന്നുള്ള, ഇനി കോവിലിൽ ഉള്ളവരുണ്ടെങ്കിൽ ഒരു കാര്യം പറയാമെന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ മാക്സിമം നമ്മൾ പാസ് എടുത്തിട്ട് കയറാൻ നോക്കുക, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഇപ്പം അല്ലാതെ കയറുന്നവരെല്ലാവരും ഫുള്ള് വരിയിൽ തന്നെ നിൽക്കും. അവരും രാവിലെ കയറിയാലും വൈകിട്ട് എത്തുമെന്ന് തോന്നുന്നില്ല. എന്നാലും അപ്പം ഫുള്ള് പാസ് എടുത്തിട്ട് കയറാൻ നോക്കുക മാക്സിമം. ഓക്കെ, കാഴ്ചകളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോദിക്കാൻ പറ്റും. പലഹാരങ്ങളൊക്കെ പുതിയ കിടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ചുക്ക് കരിപ്പെട്ടി, ഗൈസ് ഗോപിയെ നോക്കൂ, ഗൈസ് ഗോപിയെ നോക്കൂ. വൈബ് വൈബ് ഗോപി വൈബ്.
ഗൈസ് നമ്മൾ കഴിക്കാറിങ്ങിയതായിരുന്നു. ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇരിക്കുകയാണ് ഗൈസ്. ഇനി നേരെ ഇപ്പം പോണത് നേരെ അടിമാലിയിലോട്ടാണ്. പിന്നെ അവിടെ പോയി അവിടെ റൂം സ്റ്റേ. അത് കഴിഞ്ഞ് പിന്നെ നാളെ രാവിലെയാണ് മൂന്നാർ. ഇത് ഗൈസ് ഗൈസ് മൂന്നാറിലോട്ട് പോകുന്നു ഗൈസ്. നമ്മൾ പോണ വഴിക്ക് കണ്ട ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഗൈസ്. ഇത് നൈസല്ലേ? നൈസാണ്. ക്യാമറ എടുത്ത് പറ. ക്യാമറ എടുത്ത് പറ. ഇങ്ങോട്ടാണ് മൂന്നാർ പോണ റോഡ് കഴിച്ച്. കണ്ടില്ല ഗൈസ്, കുരങ്ങുകൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഒരു കുരങ്ങ താഴ്ന്ന് വരുന്നുണ്ട്. അവിടെ തന്നെ നിൽക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ ഗൈസ് ഈ വെള്ളച്ചാട്ടം ഭയങ്കര ഹൈറ്റാണ് ഗൈസ്, കണ്ടില്ലേ? അങ്ങ് മേളിൽ നിന്നാണ് വെള്ളം വരുന്നത്. സെറ്റ് ഫോട്ടോ ഗൈസ്. കുരങ്ങൻ കരിക്ക് കഴിക്കും. ഈ അരുവിയിൽ അവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ വണ്ടി കയറാൻ പോവുകയാണ് ഗൈസ്. ഗോപിക്ക് എവിടെ കടയിൽ നിന്ന് കുടയൊക്കെ എടുത്തിരിക്കുകയാണ്. പൈസ കൊടുത്തില്ല, കുട എടുത്തിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ റൂമിലിട്ടിരിക്കുകയാണ്. ഇവിടെ അടിമാലിയിലെ സഫേറി എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ഗൈസ്. ആ റൂമിൽ ഗൈസ് ഈ ഹോട്ടലിൽ ബാത്റൂമാണ് കേട്ടോ ഗൈസ്. ഇല്ല ഒന്ന്
ടി വി ഓണാക്കിയിട്ടിരിക്കുന്നു, കണക്ട് ചെയ്തില്ല ഇതുവരെ. ഗൈസ് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി. മണി 4 മണിയായപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി. റൂമിൽ നേരെ ചായ കുടിക്കാൻ ഇപ്പോഴത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ ഇവിടെ ആണെങ്കിൽ ചായ കുറേ നേരമായി പറഞ്ഞിട്ടുണ്ട്. ചായ കിട്ടുമ്പോൾ കിട്ടണം ഗൈസ്. ഗോപി കണ്ട ചായ ഇട്ടപ്പോൾ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. പാവം ഗൈസ്, ആ കുറേ നേരം കൊണ്ട് ബംഗാളി വിളിച്ചോണ്ടിരിക്കില്ല, ഒന്നും നടക്കില്ല. ഗൈസ് ഇവനെ സൂക്ഷിക്കുന്നതിന് കുറച്ച് പ്രശ്നമുണ്ട്. അതിനോട് ചായ വെച്ചിട്ട് ചായ കിട്ടും. പാവം ഗൈസ്, അവന് ചായ ഇട്ടത്തുണ്ടാവുന്ന വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. പാവമില്ല ഗൈസ്. ഞാൻ നിൽക്കുന്നത് അപ്പോഴാണ് ഇവിടെ വന്നസ് വന്നത് ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. അപ്രതീക്ഷിതമായി കണ്ട കാഴ്ചയാണ്. അവിടെ വന്നസ് വന്നിരിക്കുകയാണ് ഗൈസ്. റൂമിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സ്ഥലം അടിമാലിയാണ്. അപ്പോൾ നാളെ നമ്മൾ മൂന്നാർ പോകുന്നത്. അപ്പോൾ അടിമാലി നമ്മൾ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയാണിപ്പോൾ. ഓക്കെ, അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ് എല്ലാം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, ഒന്നും പറയില്ല ഗൈസ്, ഫുൾ വണ്ടികളാണ് നിരന്ന് കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ വണ്ടിയിലായിരിക്കും നമ്മൾ വന്നത്, RS ഹോളിഡേയ്സ്, അതിലാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ മൊത്തം നോക്കിയാൽ ചുറ്റും നോക്കിയാൽ ടൂറിസ്റ്റ് ബസ്സുകളാണ് ഗൈസ്. ഓക്കെ, ഒന്നും പറയില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി നാളെ നമുക്ക് കാണാം. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചതാ നേരെ നമുക്ക് മൂന്നാറിലേക്ക് പോകുമ്പോഴാണ്. ഓക്കെ, ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് അടിമാലിയിലെ കാഴ്ചകളാണ്. ഫുള്ള് വണ്ടി നിറഞ്ഞു കിടക്കുന്നു ഗൈസ്. നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇപ്പോൾ നേരെ ഇനി വണ്ടി കയറാൻ പോകണം ഗൈസ്. ഈ വണ്ടി പോയാൽ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ അറിഞ്ഞു വണ്ടി എടുക്കാൻ പോകുന്നുള്ളൂ ഗൈസ്. ആൾക്കാരൊക്കെ കയറി വണ്ടിയിലേക്ക് പറഞ്ഞുകൊണ്ടായതാണോ? ഇതാണ് നമ്മൾ കയറിയ റൂം. ഇതിൻ്റെ ഹോട്ടലാണ് നമ്മളവിടെ കിടന്നത്, സഫാരി. ഗൈസ് പിന്നെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇത് തിരുപ്പുറത്ത് വരെ ബ്രാഞ്ചുണ്ട്. പിന്നെ നമ്മുടെ പാറശാലയിലുണ്ട്. RS ഹോളിഡേയ്സ് എന്നാണ് പേര്. ഇത് അവരുടെ നമ്പരും ഇതെല്ലാം ഇതിലുണ്ട്. അപ്പം വല്ല ട്രിപ്പോ കാര്യങ്ങളോ വരണമെങ്കിൽ ഈ വണ്ടി വിളിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ വണ്ടി എടുക്കാൻ ടൈം ആയിട്ടുണ്ട്. ഓണാക്കിയിട്ടിരിക്കുന്നു. ആള് ഫുള്ള് കയറിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് വണ്ടിക്കകത്തുള്ള ആളാണ്. ഈ മാമിക്ക് പ്രത്യേകം വീഡിയോ എടുക്കണമെന്ന് മാമി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്.
വണ്ടിക്കകത്തുള്ള ആൾക്കാരാണ് ഇത് മൊത്തം. ഗൈസ് വണ്ടി എടുത്ത് ഇപ്പം എന്താ മൂന്നാറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നാടൻകോലം പേന കത്തിക്കൊണ്ട് വിദ്യാലംബം കൊച്ച് ഹരിസ് തോക്കിൻ കാഞ്ചി വലി ശീലം കണ്ട് മാളത്യവാരി നെഞ്ചിൽ കൂട്ടി വെച്ചോരങ്ക കളി തീരാത്യവാസി അണ്ണൻ മീശ വെച്ചോരാട്ടപ്പുലി ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ അവത്തെ കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡ സർബത്ത് തുണിയിൽ പൊതയാന പെരുത്തിടം കരുത്തേ ഇവനെ പടച്ചു വിട്ട തലമുടക്കി 10 ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കോലമല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കോലമല്ലുമിനാട്ടി അടയ്ക്കല്ലേ ഊട്ടിയിലടയ്ക്കല്ലേ വനന്ത കിളിയല്ലേ ഞാൻ ആനോട് കിളിയെ ആശ കൊടുത്താമോ ആശ കൊടുത്താമോ നമ്മളെ ഗോപിയെ കണ്ടില്ലേ ഫോണിലൊക്കെ എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ് സീരിയസ് ആയിട്ട്. ആശ കൊടുക്കാമോ ആശ കൊടുത്താലും നാക്കു കൊടുക്കാമോ കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദു മധുരാമരു സൂതനായിക സ്വാഗതം. ഗൈസ് ഇപ്പോൾ മൂന്നാറിലെ ഹൈ റേഞ്ച് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാത്തിയ ചെല്ലക്കോലുസിട്ട പെണ്ണ് പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് മഴ പെയ്താൽ തുള്ളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെറുതായിട്ട് മഴ തൂറ്റുന്നു ഗൈസ്. മഴ തൂറ്റുന്നുണ്ട് കേട്ടോ. ഓ ഗൈസ്, ഇപ്പൊ കുറച്ചു നേരത്തെ ഗോപിയുടെ വക 2 പാട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഗൈസ് ഇപ്പൊ നമ്മള് മൂന്നാറിന്റെ മറ്റേ ഗാർഡനിലോട്ടുള്ള എൻട്രൻസ് കയറാൻ പോകും. അതെവിടെ പോയി? അത് തന്നെ.
ഗൈസ് കുതിര നിൽക്കുന്നു. നമ്മൾ കുതിരയൊക്കെ കാണുമ്പോൾ എന്തോ പോലെയാണ്. ഇപ്പം എവിടെ നോക്കിയാലും കൂടുതൽ കുതിരയാണ് ഗൈസ്. നമ്മൾ അന്ന് മറ്റേ വണ്ടിയൊക്കെ വിളിച്ചപ്പോഴും കുതിര നമ്മൾ ഇറക്കിയായിരുന്നു. വണ്ടി ഓർമ്മയുണ്ടോ ഗൈസ്? ഇവിടെ നിന്ന് നോക്കിയാൽ വണ്ടി പോകണമെന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ആണ് റോഡാണ്. ടോപ്പ് ഗായസ് ഭയങ്കര തണുപ്പാണ് ഗായസ്. നല്ല മഞ്ഞ് കയറി കോടാതെ ഇറക്കുകയാണ്. പുറത്തെ വിശേഷങ്ങളാണ്. ഗൈസ് മൂന്നാർ എത്തിയിട്ടുണ്ട്. അന്നിറങ്ങി ഭയങ്കര കോടയും മഞ്ഞ്. തണുപ്പ് ഫുള്ള് കോട അടിച്ചടക്കാണ് കേട്ടോ. ഗൈസ് നമ്മൾ മൂന്നാറാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഗൈസ് നമ്മുടെ അഭിഷേക് ചറക്കി വീഴുന്നൊക്കെയാണ്. ഒന്നെത്ര എടുത്തോ ആട്ടത്തൊട്ടിൽ. കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നല്ല കോടായിട്ട് കിടക്കുകയാണ്. നമ്മൾ തിരിച്ച് പറഞ്ഞ വഴിക്ക് നിങ്ങൾ കണ്ടായിരിക്കും വീഡിയോ ഫുള്ള്. പറഞ്ഞ വഴിക്ക് ഫുള്ള് കോട അടിച്ച് കിടന്നത്. ഇവിടെ കോട തന്നെ തണുപ്പുണ്ട്. പിന്നെ ചേട്ടന്മാർ വന്ന മലയ്ക്ക് വന്ന ടൈമിൽ ഇത്ര കോട ഇല്ലായിരുന്നു. കോട ഇല്ല, തണുപ്പും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നല്ല തണുപ്പ് കോടയായിട്ട് കിടക്കുന്നു. വണ്ടി അവിടെ വണ്ടി ഒതുക്കിയിട്ട് അങ്ങോട്ട് പോയിട്ട് ബൈക്ക് എടുക്കാം. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് കുഴപ്പമില്ലായിരുന്നു. തൊണ്ടേക്കടഞ്ഞ് ഫുള്ള് പ്രശ്നമായി. ഇപ്പം ഞങ്ങളിപ്പോൾ ഇനി മാട്ടുപ്പെട്ടി ആ സൈഡിലോട്ടാണ് പോണത്. ഇനി അവിടെ പോയി നല്ലതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ രാത്രിയാവും തോന്നും ഇവിടെ നിൽക്കുമ്പോൾ. തിരിച്ചു പോയ രാത്രിയാവും. വണ്ടി
വണ്ടി അങ്ങ് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ട് ബാക്കി വീഡിയോസ് എടുക്കുന്നത്. ഈ 3:30 ആയിട്ടുണ്ട്. ഇപ്പം മാട്ടുപ്പെട്ടി ആ ഒരു സൈഡിൽ നിൽക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. പറയുന്നത് ബ്ലാക്ക് ആയിട്ട് എടുക്കുന്നത്. മൈലാഞ്ചി കിടക്കും. ഗൈസ് ഇതോ നിൽക്കുന്നത് നമ്മളെ മഞ്ഞുമലിലെ ടീംസാണ് കേട്ടോ. ഗൈസ് ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ആരോമല്ലൊന്നും വേണ്ട, ഇതിലെ അന്തരീക്ഷം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വണ്ടി കയറി ഇനി നേരം മാട്ടുപ്പെട്ടിയിലോട്ടാണ് പോകുന്നത്. ഗൈസ് അങ്ങനെ മാട്ടുപ്പെട്ടി ഇട്ടിരിക്കുകയാണ് ഗൈസ്. സൗണ്ട് ശരിയായി ചെറുതായിട്ടൊക്കെ വരുന്നു ഗൈസ്. മാട്ടുപ്പെട്ടി എത്തിയിരിക്കുന്നു ഗൈസ്. മാട്ടുപ്പെട്ടി ബോട്ടിംഗ് ഇല്ല ഗൈസ്. ബോട്ടിങ് ചെറിയ ഇത് സമയം കഴിഞ്ഞു ബോട്ടിങ്ങിനുള്ള. ഇപ്പം തന്നെ മണി ഇപ്പോൾ തറയെ വന്ന് വീണിരിക്കുകയാണ്. മഴത്തുള്ളി പാടുന്നു. ഗൈസ് നമ്മളെ വണ്ടിയിലുള്ളവരാണ് ഗൈസ്. അവിടെയാണ് പോയിന്റ്. ഗൈസ് കുരങ്ങിയിരിക്കുന്നു ഗൈസ്. കുരങ്ങിയിരിക്കുന്നു. കുരങ്ങിൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തോ ഗൈസ് എന്തോ കാണിക്കുന്നു. ഇതാരെ ബാഗടേ ആരെ ബാഗടേ ആരെ ബാഗിടപ്പണ്ട ഗൈസ് ബാഗ് തപ്പിയിട്ട് പോണു ഗൈസ്. ആരെ ബാഗ് വന്നോ ആരെ കൊണ്ടിട്ടിട്ട് പോയോ. അവിടെ പേടിച്ചോടിയടാ. പാലത്തിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഇതെന്തിടി ചായ കച്ചവടം തുടങ്ങിയിരിക്കുന്നു ഗോപി. ബാഗ് തട്ടിട്ട് പോയി. തോർത്തല്ലോ കയ്യിലിപ്പോ ടൂറിന് വന്നത് ചായ കച്ചവടം നടക്കൂടെ ഗൈസ്. ഇവിടെ ഫുള്ള് ചായ ചായ. ഡാമിലെ വെള്ളം തന്നെ. ഡാമിലെ വെള്ളം ഡാമിത് ഗൈസ്. ഇത് മാട്ടുപ്പെട്ടി ഡാമാണ് കേട്ടോ ഗൈസ്. അത് അയക്കാന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി അയച്ചത്. കാണാൻ പറ്റും.
ഉള്ളതൊരു പട്ടാളത്തിന് ചേട്ടാ വെള്ളം കേട്ടോ വെള്ളം തുറന്നിട്ട് വെള്ളം ഗോവിയുടെ പ്രത്യേകത ഏലക്ക ചായ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വല്ല കാറ്ററിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഗോപിക്ക് കൊടുക്കണം ഗൈസ്. ഇപ്പൊ വലിയ കാറ്ററിംഗ് കാരനാണ് ഗൈസ്. നല്ല കാറ്ററിംഗ് വർക്കുകൾ ഉണ്ടെങ്കിൽ സമീപിക്കുക. My phone number is 7012049899. ഓക്കെ ഗൈസ്, അപ്പോൾ വല്ല കാറ്ററിംഗ് ഉണ്ടെങ്കിൽ ഇവനെ വിളിച്ചു വേണം. അവൻ ടൂറിസ്റ്റ് ബസ്സിൽ വെച്ച ആൾക്കാരെടുത്ത് മൈക്ക് വെച്ച് പറഞ്ഞാണ് ഗൈസ്. ഒരു ഗൈസും ഉണ്ട്. ഹലോ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണം. ഇവിടെയാണ് ബോട്ടിങ്ങിൻ്റെ ഇതുള്ളത്, മാട്ടുപ്പെട്ടി ബോട്ട് സർവീസ്. പക്ഷെ ഇപ്പോൾ വർക്ക് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, കുതിരാളി ആ മാമി നമ്മൾ സബ്സ്ക്രൈബറാണ് ഗൈസ്. ചോക്ലേറ്റ് കോഫി, ചോക്ലേറ്റ് കോഫി ബോട്ടിംഗ് ചെയ്യാം. ദൂര ബോട്ടിംഗ് ചെയ്യാം. ലൈറ്റ് അടിച്ചിരിക്കുമോ? അത് വെയിലാണ് വേണ്ട. എങ്ങോട്ട്? അല്ലെ കുതിര ഉണ്ടല്ലോ, കുതിരക്കാരാ, ഊട്ടി കുതിര ഉണ്ട്. കണ്ടില്ലേ ഗൈസ്, ലൈറ്റ് അടിച്ചു. അത് വെയിലാണ് ഗൈസ്, കണ്ടില്ലേ? കണ്ട ലൈറ്റ് ഓൺ ആക്കി വെച്ച് പോലെ തോന്നുന്നു. താഴെ ഇറങ്ങി ഇരിക്കാതെ ബോട്ടിനകത്ത് സുഖമായിട്ട്. കോഫി വേണോ? നമ്മളപ്പോൾ അടിമാലിയിൽ വീണ്ടും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വണ്ടി ഇതാ കണ്ടിരിക്കുന്നത് ഗൈസ്. ഏത് വണ്ടിയെന്ന് നമുക്ക് ഫ്രണ്ടിൽ പോയി കാണിച്ചു തരാം. കള്ളർക്കോട് വണ്ടിയാണ്. ബാക്ക് കണ്ടവർക്ക് മനസ്സിലായി. ബ്യൂട്ടി ബ്യൂട്ടിയുടെ കളർ കോഡിൻ്റെ വണ്ടിയാണ്, രാജ ഗൗഡ. ആ വണ്ടിയിലാണ് ഗൗഡ, രാജ ഗൗഡ വണ്ടിയാണ്. ബോബിത റിവേഴ്സ് പറഞ്ഞു കൊടുക്കണം. ഗൈസ് അങ്ങനെ തൊഴുക്കലെത്തിരിക്കുന്നു. നാല് മൂന്നായപ്പോൾ തൊഴുക്കലെത്തി രാവിലെ. വണ്ടിക്ക് പൈസ കൊടുത്തിട്ട് കരാറ് നടക്കുന്നത്.
എല്ലാവരും ഇറങ്ങും. നമ്മളിപ്പോൾ ഇറങ്ങില്ല. അപ്പോൾ രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നല്ലൊരു ഇതായിരുന്നു, എക്സ്പീരിയൻസ്, എൻജോയ് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീഡിയോ നല്ല പിന്നെ സൗണ്ട് എടുക്കാൻ പറ്റിയ കാര്യം, സൗണ്ട് കുറേ പ്രശ്നമായി. പിന്നെ ഇടയ്ക്ക് ആരോഗ്യമില്ല, നല്ല ഒട്ടും സംസാരിക്കാൻ പറ്റുന്നതിനനുസരിച്ച് ആരോഗ്യമല്ല വെച്ചത് അങ്ങനെ അതിനനുസരിച്ച് കൂടുതൽ സംസാരിക്കുന്നതാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥലം മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് വണ്ടിയിൽ വാങ്ങിക്കാൻ പോവുകയാണ്. തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഇറങ്ങിയിട്ട് ആ ഇറങ്ങണം കാണിച്ചിട്ട് വീഡിയോ എൻ്റെ ഇറങ്ങി ബസ്സൊക്കെ തിരിക്കും. ഇരുട്ടാണ്, കുറച്ച് പഠിച്ച വീഡിയോ ഇന്നത്തെ അല്ല 3 ദിവസത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്.